Hi friends, welcome back to SHADI'S corner. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്റ്റഫ്ഡ് ബണ്ണാണ്. അതായത് ബണ്ണിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഒരു ഫില്ലിങ് നിറച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് സവാള, ഈ സവാള നന്നായി വഴറ്റി കൊടുക്കാം. സവാള വഴന്ന് വരുമ്പോൾ ചെറുതായി ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 250 ഗ്രാം ഉണ്ടാവും. ഒരു സവാളയാണ് ചേർത്തിട്ടുള്ളത്. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പ്, മുളക് പൊടി, ഉപ്പല്ല നേരത്തെ ചേർത്തത്, ഗാർലിക് പൗഡറാണ്. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. ചിക്കനെ സ്പൂൺ കൊണ്ട് നന്നായി ഉടച്ച് ചെറുതാക്കി എടുക്കണം. ഇനി ഒരു ഹാഫ് ക്യാപ്സിക്കം കൂടെ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ കെച്ചപ്പ് 1 ടീസ്പൂണ്, റെഡ് ചില്ലി സോസ് 1 ടീസ്പൂണ് എന്നിവ ചേർത്തെടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഫസ്റ്റിൽ. അത് നേരത്തെ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയതാണ്. ഇനി ഒരു ബണ്ണെടുത്ത് ബണ്ണിൻ്റെ സെൻറ്റർ ഭാഗം സ്ക്വയർ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങളെ ചോയ്സാണ്, ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആ പോർഷനെ ഇതിന് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ബണ്ണ് മുഴുവൻ മാറ്റിയെടുത്ത് ഒരു ഹോളാക്കി എടുക്കാം. പുറം ഭാഗം പൊട്ടാതെ നോക്കണം. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് നേരത്തെ നമ്മൾ ഒന്ന് മാറ്റി വെച്ച കഷ്ണം വീണ്ടും അവിടെ തന്നെ വെച്ച് കൊടുത്ത് ആ ഹോളടക്കാം. ഇങ്ങനെ ഈ ഫില്ലിങ് തീരുവോളം എല്ലാ ബണ്ണും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അധികം ഫില്ലിങ് നിറക്കണം, എന്നാലേ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നമ്മൾ എല്ലാ ബണ്ണും നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കാം.
ശേഷം നമ്മൾ നേരത്തെ ഇതാക്കിയ ബണ്ണിൽ ഈ എഗ്ഗ് തേച്ച് പിടിക്കണം. നമ്മൾ ആ ഹോളിൽ നന്നായി എഗ്ഗ് തേച്ച് പിടിക്കണം. ഇല്ല അത് അവിടെ നന്നായി പ്രസ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം. എന്നാലേ അത് അവിടെ ഒട്ടി പിടിച്ച് നിൽക്കുകയുള്ളൂ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അങ്ങനെ എല്ലാ ബണ്ണും ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഇത്തിരി ഓയിൽ വെച്ചിട്ട് ഈ ബണ്ണൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അടിഭാഗമാണ് ആദ്യം വെച്ച് കൊടുക്കേണ്ടത്, താഴത്തേക്ക്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റഫ് ചെയ്ത ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബണ്ണും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ സ്റ്റഫ് ചെയ്ത ബണ്ണ് റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കുക. താങ്ക് യു.